അർജുന് വേണ്ടി ഈ 11ാം ദിനത്തിലും തെരച്ചിൽ അവസാനിക്കുമ്പോൾ കൂടുതൽ ഡെവലപ്മെന്റുകൾ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഡ്രോൺ പരിശോധനയിൽ പുഴയിൽ രൂപപ്പെട്ട മൺകൂനയ്ക്ക് താഴെ ശക്തിയേറിയ പുതിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതിനടിയിലാകാം ലോറിയെന്ന നിഗമനത്തിൽ മൺകൂന കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നത്. പക്ഷേ അടിയൊഴുക്ക് ശക്തമാണ്, കാലാവസ്ഥ മോശമാണ്, മുങ്ങൽ വിദഗ്ധർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനുമായിട്ടില്ല. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും മോശം കാലാവസ്ഥയിൽ എന്താകും ഇനിയെന്ന് ഇപ്പോൾ ഒന്നും പറയാനാകില്ല. 3 മനുഷ്യരിലും അവരിലേക്ക് എത്താൻ ലോറിയും ടാങ്കറിന്റെ ക്യാബിനും ഉൾപ്പെടെ 4 ഒബ്ജക്റ്റുകളുമായിരുന്നു ഈ രക്ഷാപ്രവർത്തകരുടെ ഫോക്കസ്. എന്നാൽ അത് വ്യക്തമാക്കുന്നത് പോലെ 4 സിഗ്നലുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അങ്കോലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക് ചേരുന്നു. ധന്യ, അർജുനെ കണ്ടെത്താനായി 11ാം ദിവസം നടത്തിയ തെരച്ചിലും വിഫലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് കാര്യമായ തെരച്ചിലുകളൊന്നും ഇന്നത്തെ ദിവസം നടന്നില്ല. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെ അതിശക്തമായ മഴയായിരുന്നു പ്രദേശത്ത്. മാത്രമല്ല പുഴയിൽ വെള്ളം അതിശക്തമായി കുത്തിയൊഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാവികസേനയുടെ സംഘത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ പുഴയിൽ ഇറങ്ങാനോ പരിശോധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നു പുഴയിൽ വലിയ തോതിൽ ശക്തമായി കുത്തിയൊഴുകുകയാണ് വെള്ളം, അതുകൊണ്ട് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് ഇന്നലെ തന്നെ നേവി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇന്നും അവർക്ക് അവിടെ ഇറങ്ങി പരിശോധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡിങ്കി ബോട്ടുകളിൽ അവർ ആ പ്രദേശത്ത് പലവട്ടം എത്തുകയും ഉപരിതലത്തിൽ ചില പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യമായ പരിശോധനകളൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ന് പ്രധാനമായും നടന്നത് മറ്റ് 2 പരിശോധനകളാണ്. ഒന്ന് മണ്ണ് മാന്തിയുള്ള തെരച്ചിലാണ്. അത് 2 വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഭൂം എന്ന പേരുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് മാന്തി രാവിലെ മുതൽ തന്നെ ആ പരിശോധന നടത്തി. നേരത്തെ ഈ ലോക സിഗ്നലുകൾ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നത്. ഏതാണ്ട് 3-4 ദിവസങ്ങളായി ആ പ്രദേശത്തെ മണ്ണ് മാറ്റി ഉള്ള പരിശോധന നടക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ട്രക്ക് കിടക്കുന്ന ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ട്രക്ക് ഇങ്ങനെ തലകുത്തിയാണ് അവിടെ കിടക്കുന്നതെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു. ഇന്നലെ ഏതെങ്കിലും തരത്തിൽ അവിടെ പരിശോധന നടത്തിയെങ്കിലും അവിടെ ഒരു കൃത്യമായി ഒരു മനുഷ്യ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത്. പലവട്ടം അവിടെ അത്തരത്തിൽ പരിശോധന നടത്തി. അതിൽ ഇന്നും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ലോക സാന്നിധ്യം കൂടി ഇന്ന് ഈ മണ്ണിനടിയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് കാർവാർ MLA ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു നേരത്തെ ഒരു ഗ്യാസ് ടാങ്കർ ഒഴുക്കിൽപ്പെട്ടിരുന്നു. അതിൻ്റെ ക്യാബിനാണ് കണ്ടെത്തിയ 3ാമത്തെ സിഗ്നൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഇന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഇന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് 2 മന്ത്രിമാർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം എത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. അദ്ദേഹം ഒരു ഉന്നതതല യോഗം അവിടെ വിളിച്ചു. അതിൽ സ്ഥലം MLA, അതുപോലെ കളക്ടർ, SP, ഒപ്പം കേരളത്തിൽ നിന്നുള്ള 3 MLA-മാർ എന്നിവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. നേവിയുടെ ഉദ്യോഗസ്ഥനും ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തു. നേവി അവരുടെ അസൗകര്യം വളരെ കൃത്യമായി ഇന്ന് മന്ത്രി അടക്കമുള്ള ആളുകളോട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. തെരച്ചിൽ തുടരണമെന്ന അഭ്യർത്ഥനയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അതനുസരിച്ച് വീണ്ടും തെരച്ചിൽ നാളെ മുതൽ വീണ്ടും ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ തന്നെ നാളെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. അതിനിടയിൽ നേവിയുടെ ഈ ഡൈവിംഗ് സംഘത്തിന് ഈ പ്രദേശത്തേക്ക്, അതായത് ഈ സിഗ്നൽ ലഭിച്ച പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു ഫൈബർ പ്രതലം എത്തിക്കാനുള്ള ഒരു സംവിധാനം ആക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം നിലവിൽ ഈ മണ്ണുമാന്തി യന്ത്രം അവിടെ മണ്ണുമാന്തി പരിശോധന നടത്തുന്നുണ്ട് ഭൂം. ആ മണ്ണുമാന്തി യന്ത്രത്തിന് വെള്ളത്തിലേക്ക് എത്താനുള്ള ഒരു പ്രതലം കൂടി, അതായത് 10 ടണ്ണോളം ഭാരമുള്ള ഒരു പ്രതലം കൂടി എത്തിക്കാം എന്നാണ് ഇപ്പോൾ കാർവാർ MLA പറഞ്ഞത്. അത് ഗോവയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് നാളെ ഉച്ചയോടുകൂടി അവിടെ എത്തിക്കും. അതിനുശേഷം അത് വെള്ളത്തിൽ നങ്കൂരമിട്ട് നിർത്തിയതിനു ശേഷം അതിലേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം കയറ്റി ഒരു പരിശോധന, മണ്ണുമാന്തിയുള്ള പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രിയോടുകൂടി മന്ത്രി AK ശശീന്ദ്രൻ കൂടി ഇവിടെ ഷിരൂരിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മന്ത്രിമാർ ഇന്നിവിടെ തങ്ങുകയാണ്. നാളെ 2 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ മേൽനോട്ടത്തിലൊക്കെ ആയിരിക്കും ആ തെരച്ചിൽ പുനരാരംഭിക്കുക. മാത്രമല്ല മന്ത്രി റിയാസ്
അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അവരോട് നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി എല്ലാ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും സാധ്യമായതെല്ലാം ചെയ്യും. അത്തരത്തിലുള്ള പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാരും ഒപ്പം അവിടെ നിന്നെത്തിയിട്ടുള്ള മന്ത്രിമാരുടെ സംഘവും അറിയിക്കുന്നത്. വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ കൂടി ഇന്ന് നടത്തി എന്നതിനപ്പുറത്തേക്ക് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ മറ്റൊന്നിലേക്കും പോകാൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥ കാരണം എന്നുള്ളതാണ്. അതൊരു വലിയ വെല്ലുവിളിയായി വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ അവിടെ നടത്താൻ നേവിക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സുനിൽ ഐസക് നൽകിയ വിവരങ്ങളാണെങ്കിലും മന്ത്രി നേരത്തെ നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളാണെങ്കിലും വെച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കാരണം അത്രയധികം കുത്തൊഴുക്കുണ്ട്. നേവിക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഇല്ല. വരും ദിവസങ്ങളിലെല്ലാം ഓറഞ്ച് അലേർട്ടാണ്, കനത്ത മഴയാണ്. അത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള മഴയല്ല എന്നൊക്കെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ നേരത്തെ കിട്ടിയ തെരച്ചിലിൽ ഈ ലോറി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞ അതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയ ഈ സോണാറിലും റഡാറിലും ഐബോർഡിലും സിഗ്നൽ ലഭിച്ച സ്ഥലത്താകും പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ലഭിച്ച സ്ഥലത്തിൻ്റേത് സാധ്യത മാത്രമാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഒരു നിഗമനത്തിന്റെ ഭാഗമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നാലാമത് കിട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ആദ്യം കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെയാകും സെർച്ചിനുള്ള ഈ പരിശോധനയ്ക്കുള്ള കൂടുതൽ സാധ്യതകൾ. നമ്മൾ ഈ ദൃശ്യം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. 3 സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയോടത്തൊക്കെ ഈ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് ഈ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ ഇന്ന് കിട്ടിയ ആ പോയിന്റാണ് ഇവിടെ കാണുന്നത്. ലോറി ഇവിടെയുണ്ട് എന്നുള്ള സൂചന മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അവിടെ നിന്ന് കാണാതായിരിക്കുന്ന ഒന്ന് ടാങ്കർ ലോറിയുടെ ക്യാബിനുണ്ട്, മറ്റൊന്ന് അർജുൻ്റെ ലോറിയുണ്ട്. അങ്ങനെ കാണാതായിരിക്കുന്ന വാഹനങ്ങളിൽ 4 എണ്ണമാണ് നേരത്തെ ഇവർ പറഞ്ഞിരുന്നത്. അത് 4ഉം ലൊക്കേറ്റ് ചെയ്തു. പക്ഷേ ഇതിലേതാണ് ലോറി എന്നതിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പരിശോധന സംവിധാനങ്ങളിൽ ഉറപ്പിച്ച ഈ പോയിന്റുകളിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു സംസാരവും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും നേരത്തെ ഉയർന്നിരുന്നു. വിദഗ്ധരൊക്കെ അവിടെ ഇതിന് നേതൃത്വം നൽകുന്ന വിദഗ്ധരെല്ലാം നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന കാര്യം ആദ്യം സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് തന്നെയായിരിക്കും ആദ്യത്തെ പരിശോധന എന്നതാണ്. പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥയാണ് നിലവിൽ. അതുകൊണ്ടാണ് ഇന്ന് യാതൊരു പ്രവൃത്തിയിലേക്കോ ഇല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങാനോ ഒന്നും സാധിക്കാതെ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലോഹവസ്തുവിൻ്റെയൊക്കെ സാന്നിധ്യം ഈ ഡ്രോൺ പരിശോധനയിൽ തെളിയാം. ഈ കൂടുതൽ മേഖലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സിഗ്നലുകൾ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്തൊക്കെയാണ് വെള്ളത്തിൽ പോയിരിക്കുന്നത് എന്നുള്ളതിൽ. കാരണം അതിൽ അധികവും ലോഹമായിരിക്കാം. അപ്പം എന്തിൻ്റെ സിഗ്നലുകളൊക്കെയാണ് കിട്ടുന്നത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ട്രക്കിന്റെ രൂപഘടന മാത്രമാണ് കിട്ടിയത്. അത് ഈ മലയടിവാരത്ത് നിന്ന് 70 മീറ്റർ അകലെ 8-10 മീറ്റർ താഴ്ചയിലായിട്ടാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന പോയിന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പോയിന്റാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളത്തിനടിയിലായിട്ട് 10 മീറ്റർ 70 മീറ്ററോളം അകലെ, അതായത് ഏതാണ്ട് ഈ പുഴയുടെ നടുഭാഗത്തായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ പോയിന്റ് ഉള്ളത്. അവിടെയാണ് അവസാനം കിട്ടിയ സിഗ്നൽ. പക്ഷേ അതിൻ്റെയും സാധ്യത, അതായത് ഒരു ട്രക്ക് രൂപത്തിലൊരു സാധനമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ സാധ്യതകളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം വലിയ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ മഴയായതുകൊണ്ട് തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സാധ്യതയില്ല. ഇപ്പം നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സംവിധാനം അത് ഗോവയിൽ നിന്ന് എത്തിക്കാം എന്നുള്ളൊരു പദ്ധതിയിലേക്കാണ് ഇന്നത്തെ യോഗം തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്നൊരു യോഗം ചേർന്നിരുന്നു. ഒരു കൂട്ടായ തീരുമാനം എടുക്കുക എന്നത് വളരെ പ്രധാനമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ. കാരണം 2 സർക്കാരുകളുടെ നേതൃത്വത്തിൽ കൂടി നടക്കുന്നതാണ്. അതിൽ കർണാടക സർക്കാർ ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം, ഇതിൽ എത്രത്തോളം പൊളിറ്റിക്സ് ഉണ്ട് എന്നതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ട കാര്യം. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ശ്രമം തുടരണമെന്ന് സംസ്ഥാന സർക്കാർ, അതായത് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കർണാടക കാര്യമായി ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു പൊതുവെയുള്ളൊരു സംസാരത്തിൻ്റെയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെയോ ഒക്കെ ഭാഗമായിട്ടായിരിക്കും തുടക്കം മുതലേ ഒരു അലംഭാവം കാണിച്ചിരുന്നു ഈ തെരച്ചിലെല്ലാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെയുള്ള വാർത്തകൾ, ചില റിപ്പോർട്ടുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. പക്ഷേ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് അവിടുത്തെ ജനപ്രതിനിധികളും കലക്ടറും ഒക്കെ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്.
പറ്റുന്നതിന്റെ പരമാവധി മാക്സിമം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മീറ്റിംഗ് ചേർന്നു. അതിനുശേഷം നമ്മളോട് ചില കാര്യങ്ങൾ മന്ത്രി പറയുകയുണ്ടായി. അതായത് ഗോവയിൽ നിന്ന് ഒരു മെഷീൻ കൊണ്ടുവരും. ഈ മെഷീനെ കുറിച്ച് അറിയാമായിരിക്കും പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും. അതായത് ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന ഒരു മെഷീനാണ് എത്തിക്കുക. അതിന്റെ ദൃശ്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ മെഷീൻ വഴി മൺകൂനിക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മെഷീനാണത്. അത് ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ആ ഫ്ലോട്ട് ചെയ്ത ആ മെഷീന്റെ പുറത്ത് നിന്നുകൊണ്ട് അവിടെ നമുക്ക് ബൂമർ യന്ത്രം ഉപയോഗിച്ച് ചെയ്യാവുന്നതും അല്ലാതെ തന്നെ ഈ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ മാലിന്യമൊക്കെ നീക്കാൻ നമുക്ക് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇതിന്റെ മറ്റൊരു രൂപമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല പുഴകളിലുമൊക്കെ ആയിട്ട് മാലിന്യം നീക്കം ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു യന്ത്രം അവിടെ കൊണ്ടിടുന്നു. അവിടെ നിന്ന് നേവി മുങ്ങൽ വിദഗ്ധർക്ക് ആ പോയിന്റിൽ നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നത് മാത്രമാണ്. ഇത് അത്ര വലിയ സാങ്കേതിക വിദ്യയായിട്ടോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ആധുനിക കണ്ടുപിടുത്തമായിട്ടോ ഒന്നും നമുക്കിതിനെ പറയാൻ പറ്റില്ല. ഇതൊരു സാധ്യത നോക്കൽ മാത്രമാണ്. ഒരു ചാൻസ് കൂടി ആ തരത്തിൽ കൂടി ശ്രമിക്കാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനടുത്തേക്ക് മൺകൂനിക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ ഒരു യന്ത്രം ഇവിടെ എത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഈ കൊത്തി ഒഴുകുന്ന വെള്ളം അതിൽ പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നത് പ്രത്യേകിച്ച് ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ കേരള സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുകയും കർണാടക സർക്കാർ അവരുടെ പരിധിക്കപ്പുറത്തേക്കും പരിധിയും കടന്നുപോയി ചില കാര്യങ്ങളിൽ എന്നാണ് പൊതുവെ അഭിപ്രായം ഉയർന്നത്. അപ്പം ഇത്ര ദിവസമായിട്ട് 11 ദിവസമായിട്ട് അവിടെ ഇത്രയും അധികം ആളുകൾ കര നാവിക സേനാംഗങ്ങൾ മുഴുവൻ തെരച്ചിൽ നടത്തുന്നുണ്ട്. പല തരത്തിലും പല ഉപകരണങ്ങളും പല സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിലെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ഈ സേനയെ സംബന്ധിച്ച് അവരുടെ ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് റഡാറിൽ ഈ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അവർക്ക് വലിയൊരു സൂചന ലഭിച്ചതിന് തുല്യമാണ്. പക്ഷേ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ മാത്രമേ അവർക്ക് അതിലേക്ക് ആ മിഷനിലേക്ക് ആ ദൗത്യം തീർക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നിലവിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ ഈ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു. അതിന്റെ പ്രത്യേകിച്ച് കാരണം നമ്മൾ നേരത്തെ ഈ ലോറി കണ്ടെത്തിയ ഭാഗത്ത് നമുക്ക് അർജുൻ ഉണ്ടോ ലോറിക്കകത്ത് എന്ന് പരിശോധിക്കാനായിരുന്നു നമ്മൾ ആ പരിശോധന നടത്തിയത്. പക്ഷേ മനുഷ്യൻ ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ജില്ലാ കളക്ടർ അത് കൃത്യമായി നമ്മളോട് പറഞ്ഞിരുന്നു. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് അവിടെ നിന്ന് MLAയും പ്രതികരിച്ചിരുന്നു. നമുക്ക് ആദ്യം ജില്ലാ കളക്ടറിന്റെ വാക്കുകൾ കേൾക്കാം. No, they had tried it out. They could not get any thermal signals. Even yesterday, as you saw, it was raining heavily. They could not conduct any operations in the night. So today morning, they have tried and they have given us a negative. യെസ്, അതാണ്. അതായത് ഇവരുദ്ദേശിച്ച തരത്തിലുള്ള ഇപ്പം നമ്മൾ തന്നെ ഇപ്പം മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടെത്തിയ 2 പോയിന്റുകളിൽ നിന്ന് ആ 2 സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ നിന്ന് നമുക്ക് ആ ലോറി കണ്ടെത്താനാകും എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാറുകയായിരുന്നു. പിന്നീട് മറ്റൊരിടത്തേക്കും ഇന്നിപ്പോൾ 4ാമതൊരിടത്തും നമുക്ക് സിഗ്നൽ കിട്ടുകയും ഇത് 4 വസ്തുക്കളാണ് ഇല്ലെങ്കിൽ 4 ലോഹമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. അപ്പം ഇവിടെ ഇനി ചെയ്യാനുള്ളത് കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് യാതൊരുവിധ പ്രവൃത്തിയും അവിടെ നടക്കില്ല. അപ്പം ആകെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപകരണങ്ങൾ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഉറപ്പ് സ്ഥലം MLA ആയ സതീഷ് കൃഷ്ണ സെയിൽ നൽകുന്നുണ്ട്. അദ്ദേഹം മീഡിയ വണ്ണോട് സംസാരിച്ചിരുന്നു. ആ വാക്കുകൾ. It is a floating. Okay. And we will anchor it. We will tie it 4 sides. Is that moving in the river? River only. Okay, and it will stably it will here. Then with the help of pipe, diving people will go inside. Where the exact location they have marked. You got my point, no? In that they will go down with the help of pipe and they will search whether this vehicle, photographs or something like that, they will come. And if it is confirmed, then we will open this and we will try to remove the truck. When this which is there here? It will be by tomorrow itself only. Tomorrow. But it will come night, but we cannot pull it down from the truck. We have to discharge with the crane to the water directly. And from there water again we have to tow and we have to reach that particular point and we have to anchor in that particular point. After that we have to start. നാളെ ആ സംവിധാനം കൂടി എത്തിയതിനു ശേഷം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ അത്
വെള്ളത്തിൽ നിർത്തിക്കൊണ്ട് അവിടെ ഒരു ശ്രമം നടത്താൻ ഇനി സാധിക്കുമെങ്കിൽ അത് നാളെ ശ്രമിക്കും എന്നാണ് MLA പറയുന്നത്. അർജുനെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകാൻ പറ്റുമോ അത് ചെയ്യും എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മന്ത്രി ഇന്നാണ് സ്ഥലത്തേക്ക് എത്തിയത്. കാലാവസ്ഥ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. പുതിയ സംവിധാനങ്ങൾ തെരച്ചിലിന് കൊണ്ടുവരുമെന്നും മന്ത്രി മീഡിയ വണ്ണോട് പറയുകയുണ്ടായി. ആ സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെ എങ്ങനെയാണ്? അല്ല, രക്ഷാപ്രവർത്തനം എല്ലാ നിലയിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥ വന്നല്ലോ, ആ പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇപ്പോൾ നേവിയുടെ ഡൈവേഴ്സിന് വെള്ളത്തിൽ ചാടി പരിശോധിക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അപ്പോൾ അടിയൊഴുക്ക് കുറയണം. എന്നാൽ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തു നിൽക്കാതെ നിലവിലുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ അവിടെ വിശദീകരിച്ചു. ഫാൻ ഡ്യൂൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മറ്റു ചില സംവിധാനങ്ങളും ഒരുക്കി എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള പരിശോധിക്കണം. എന്തായാലും രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ ശ്രമവും തുടരണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തെ അറിയിച്ചു. യോഗം അത് പൊതുവെ അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ സഹായം അങ്ങനെ എന്തെങ്കിലും ആലോചനകൾ? അല്ല, നമുക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മറ്റൊരു സ്റ്റേറ്റിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ചില നമ്മുടെ ഭരണഘടനാപരമായ ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവുക അതൊക്കെ കേരള സർക്കാർ ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അതാണ് തെരച്ചിലിന് പുതിയ സംവിധാനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിക്കും. തെരച്ചിൽ വീണ്ടും തുടരും എന്നുള്ള വിവരങ്ങൾ നൽകുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ നിർണായകമാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എത്തരത്തിലായിരിക്കും അവിടെ പ്രവൃത്തികൾ നടക്കുക എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.